മീൽസിന് എണ്ണം കൂട്ടിയാൽ ബിരിയാണിയുടെ ചെലവ് കുറയും. അതുകൊണ്ടാ മീൽസ് കുറച്ചത്. സാറേ, ഇൻസ്പെക്ടർ വന്നുണ്ട്. ഇൻസ്പെക്ടറോ? ഫുഡ് ഇൻസ്പെക്ടർ. അയാൾക്ക് കൊടുക്കാനുള്ള കൊടുത്താണല്ലോ, പിന്നെന്താ ഒരു വരവ്? ഈ കണക്കൊന്ന് നോക്ക്. ഇതൊക്കെ അടച്ചു പൂട്ടി വീട്ടിലിരിക്കാൻ നല്ലത്. അപ്പൊ ഹോട്ടലിൽ പൂട്ടിക്കൂടെ സാറേ? ഒരെണ്ണം കൊടുക്ക്. എന്ത് സാർ പതിവില്ലാതെ? എനിക്ക് ആ കിച്ചൺ ഒന്ന് പരിശോധിക്കണം. എവിടെയാ കിച്ചൺ? ഓ, സാറിന് നമ്മുടെ ആ കിച്ചൺ ഒന്ന് കാണിച്ചു കൊടുക്കും. സാറേ, എപ്പോഴങ്ങോട്ട് കെട്ടിയെടുത്ത്? ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതാണോ നിന്റെ കിച്ചൺ? കാണിച്ചു തരാടാ. അയ്യോ സാറേ, എന്താ കിച്ചൺ മുഴുവൻ വെളിച്ചെണ്ണ സോപ്പും വെള്ളം. എന്റെ മുഖം മുഴുവൻ വൃത്തിയായി. തന്നെ ഞാൻ ഈ ഹോട്ടലിൽ ഞാൻ കൂട്ടിക്കും. നോക്കിക്കോ, ഇവിടെ അബദ്ധം പറ്റിയതാ. തക്കാളി ഈ ഹോട്ടലിൽ ഞാൻ കൂട്ടിക്കും. ദിവാകരേട്ടൻ മോനെ, എന്തത്? എന്തിവിടെ? എന്താ ഇവിടെ? ഞാൻ ഇവിടെയല്ലേ. ഇത് കണ്ടോ, യവന്മാരെല്ലാം കൂടി എന്നെ കാട്ടി കൂട്ടിയത്. എന്റെ കോല കണ്ടോ? കണ്ടോ? വേണ്ട വേണ്ട, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല, അറിയില്ല. ഈ ഹോട്ടലിൽ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. എല്ലാം ഞാൻ ശരിയാക്കാം. നമസ്കാരം സാർ. നീ ഇരിക്കേ. ഇവൻ നമ്മുടെ സ്വന്തം പയ്യനാ. ഓ, പോരാത്തതിന് സത്യസന്ധൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ഈ ജോലി മാറ്റിയിട്ട് കുറച്ചുകൂടി ഒരു നല്ല ജോലി അവന് കൊടുത്തുകൂടെ? അതിപ്പോ ഒരു നല്ല ജോലി കൊടുത്തേക്ക്. ഓക്കെ സാർ. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സാറേ, നമ്മുടെ ക്ലീനിങ്ങിന്റെ ഒഴിവിലേക്ക് ഒരാൾ വന്നിട്ട് വിളിക്കട്ടെ? വിളിച്ചോണ്ട് പോവാ. ഇന്ന ജോലിയൊന്നുമില്ല, എല്ലാ ജോലിയും ചെയ്തേക്കണം. ചെയ്യാം. എന്താ നിന്റെ പേര്? ജ്ഞാനശീലൻ. കണ്ടും കേട്ടൊക്കെ നിന്നോളണം, അതാ നിനക്ക് നല്ലത്. പൊടി. ഗുഡ്. ഇവനെന്ത് ഇവിടെ? ഇവനെ കിട്ടുപണി തരുമോ? ജ്ഞാനശീല, ഇത് കഴിഞ്ഞാൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യണം. അത് ഞാൻ നേരത്തെ ക്ലീൻ ചെയ്ത്. ഓഹോ, വെരി ഗുഡ്, വെരി ഗുഡ്. നിന്നെപ്പോലെയുള്ളവരെയാ എനിക്ക് ആവശ്യം. ഇവിടെ ചില അനങ്ങാക്കള്ളന്മാരുണ്ട്, ഒരു പണിയും ചെയ്യില്ല. ഓക്കെ ഓക്കെ, carry on, carry on. ഇവൻ എനിക്കൊരു പാരയാകുമല്ലോ.
ഇവനിട്ടൊരു പണി കൊടുക്കാം. മാറാരോഗികളായ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട ഞാൻ 3 പെങ്ങന്മാരെ കെട്ടിച്ചയച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അച്ഛന് ഇതുപോലൊരു ചുമ വന്നത്. ഡോക്ടർമാർ എന്നോട് പറയാ ഹൃദ്രോഗം എൻ്റെ അച്ഛന് ഇപ്പോൾ ക്ഷയരോഗം കൂടി വന്നെന്ന്. ഒരു ജോലി കഴിഞ്ഞ ശേഷം ഞാൻ ഈ ടൗണിൽ വന്നത്. പക്ഷെ ബസ് സ്റ്റാൻഡിൽ വെച്ചേ എന്റെ പോക്കറ്റ് അടിച്ചുകൊണ്ട് ഓടി. ഞാൻ പുറകെ ഓടി അവന്റെ ഭീകരമായ സ്ഥലത്ത് വെച്ചേ ഒരു മുട്ടൻ വടി കൊണ്ട് എന്റെ തലക്കെട്ട് അടിച്ച്. നല്ല ക്ഷീണമുണ്ട്, ഒന്ന് ഉറങ്ങണം. ചാച്ചിക്കോ ബാക്കി നാളെ പറയോ? ശരിയാക്കി തരാടാ. എന്ത് കഷ്ടമല്ലേ, നല്ല കഥയായിരുന്നു. ബാക്കി നാളെ പറയാവോ? അതെ, അവൻ പെരുങ്കള്ളനാ. ഒരാളെ ബസ് സ്റ്റോപ്പ് വെച്ച് പോക്കറ്റ് അടിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളതാ. പോട കണ്ണിച്ചോരില്ലാത്തവന്. അവൻ പഞ്ചപാവ. അവന്റെ കഥ കേട്ട കരച്ചിൽ വരും. പാവം. റിസ്ക് അര 2022 പാക്കറ്റ് 2022 പാക്കറ്റ്. അത്രേ ഉള്ളൂ. കഴിഞ്ഞോ? കഴിഞ്ഞു. എടോ ഈ കമ്പ്യൂട്ടറിന്റെ മൗസ് ഓർഡറോ? അവസ്ഥ ആ ഇവിടെ ഉണ്ടായിരുന്നേ. ഇവിടെ കാണാനില്ലെന്നേ. എന്താ ജ്ഞാനശീലൻ? അല്ല സാറേ, നിറച്ച് പൊടിയായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതല്ലേ നിന്റെ പരിപാടി? ആ മാനേജറോട് പറഞ്ഞിട്ട് എന്താ? എന്നാ ഏടാ തൂടു അല്ലേ വേണ്ട. എഴുന്നേക്ക്, നേരം കുറച്ച് എനിക്ക്